കണ്ണൻ ഇന്ന് വൈകിട്ട് വരെ ട്യൂഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞു, അമ്മ എനിക്ക് ചോറ് തന്നു വിടണേന്ന് പറഞ്ഞ്. അവൻ തന്നെ എൻ്റെ ഫോണിനകത്ത് അലാറമൊക്കെ വെച്ച് രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി. പക്ഷേ അലാറം അവിടെ അടിച്ചു. ഞാൻ ഉണരുകയും ചെയ്തു. എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമാണ്. ഞാൻ എഴുന്നേറ്റതേ ഇല്ല കേട്ടോ. പിന്നെ 6:30 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. പിന്നെ എഴുന്നേറ്റ് വന്ന് ഞാൻ ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും തിളപ്പിച്ചൂറ്റി ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മുട്ടയും പൊരിച്ച്. സാധാരണ അവൻ മുട്ട കൊണ്ട് പോകുന്നതല്ല. പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ എനിക്ക് മുട്ട പൊരിച്ചത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. 2-3 ഫ്രണ്ട്സ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആൾ വലിയൊരു പൊതിയൊക്കെ ആയിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ചോറൊന്നും കൊണ്ടുപോയില്ല. ഇന്ന് പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞ് ചോറ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ചോറൊക്കെ അവന് കൊണ്ടുപോകാൻ എല്ലാം പൊതിഞ്ഞ്. വീഡിയോ എടുക്കാൻ സത്യത്തിൽ ഞാൻ മറന്നുപോയി. പൊതിഞ്ഞതിന് ശേഷമാണ് ഓർത്തത് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ പൊതി അഴിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഈ പൊതിച്ചോറ് പൊതിയുന്നതും കാണുന്നതൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് കച്ചവടം വെക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കച്ചവടം ഇല്ലയെന്നൊക്കെ പറഞ്ഞാണ് എഴുന്നേറ്റ് വന്നത്. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ ഇന്ന് അതിരാവിലെ ഊണ് പറയാൻ വേണ്ടി ആൾ വന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു വിഷമം. നോമ്പൊക്കെ ആയതുകൊണ്ട് വേറെ കടകളും ഒന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഊണ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴുതനങ്ങ കറിയാണ് ഇന്ന് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വഴുതനങ്ങ അരിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അരിയൊക്കെ അടുപ്പിയിട്ട് അപ്പോൾ സാമ്പാറിനാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ അടുപ്പിന് കത്താൻ എന്തോ ഒരു വൈകലഭ്യം. അപ്പം ഞാൻ ചരുവത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ ചാരമാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് ആ വൃത്തിയില്ലാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ചരുവം കഴുകാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കരി തേച്ചളൊക്കെ എൻ്റെ കൈ ഭയങ്കര വേദന എടുക്കും ഇങ്ങനെയിട്ട് തേച്ച്. ഇപ്പം പക്ഷേ 2 ദിവസം കൊണ്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. അപ്പം അരിയൊക്കെ ഇട്ട് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ അമരയ്ക്കാണ് അരിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാണുന്ന പുതിയ ആൾക്കാരെല്ലാവരും കയറി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഓക്കെ, ബൈ.